ബിനു, എക്സാലോജിക് CMRL കേസ്, മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട് വീണ വിജയൻ ഇപ്പോൾ പറയുന്നത് താൻ തൊഴിലെടുക്കാതെ, ജോലി ചെയ്യാതെ പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നാണ്. അങ്ങനെ തന്നെയാണോ വാസ്തവം, അതോ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഉരുണ്ട് കളിക്കുകയാണോ? തീർച്ചയായിട്ടും. ഇന്നലെ ഒരു നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറി. ഈ അപ്പനും സുഭദ്രയും എന്നൊക്കെ പറയുന്ന പോലെ ഇന്നലെ വീണയും മരുമകനും ഒക്കെ ഇന്നലെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടാണ് പറഞ്ഞത് സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന് മൊഴി നൽകിയിട്ടില്ലെന്നാണ് ഇപ്പോൾ വീണ വിജയൻ പറയുന്നത്. ആകെ പ്രശ്നമാണ് എന്ന് വീണ വിജയന് മനസ്സിലായി. കാരണം ഇതിനി SFIO ഏത് തരത്തിലാകും കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ ED ഏത് തരത്തിലായിരിക്കും വരിക എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയവും ഒപ്പം ഭയവുമൊക്കെ അലട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നുള്ളൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലായിരിക്കും മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, മന്ത്രിയുടെ ഭാര്യ കൂടിയാണ്. സ്വാഭാവികമായും കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാതെ CMRL നിന്ന് താൻ പണം കൈപ്പറ്റിയെന്ന് SFIOയ്ക്ക് മൊഴി നൽകിയെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ CMRLന് ഒരു തരത്തിലുള്ള സേവനം നൽകിയിട്ടില്ലെന്ന് എക്സാലോജിക് ഉടമ വീണ വിജയൻ മൊഴി നൽകിയെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അവർ. അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ മൊഴി നൽകുകയും അതവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനോ എക്സാലോജിക് സൊല്യൂഷൻസോ സേവനങ്ങൾ നൽകാതെ CMRL നിന്ന് പണം കൈപ്പറ്റിയെന്ന തരത്തിലുള്ള മൊഴി നൽകിയിട്ടില്ലെന്നാണ് വീണ വിജയൻ ഇപ്പോൾ പറയുന്നത്. അത്തരത്തിൽ വീണ മൊഴി നൽകിയിട്ടില്ലെന്ന് ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. മുഹമ്മദ് റിയാസും ഇന്നലെ ഭാര്യയ്ക്കൊപ്പം വന്ന് സംസാരിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് അതേപടി വാർത്തയാക്കുന്ന സ്ഥിതി വന്നാൽ പ്രതികരിക്കാനില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ നിന്ന് അത് BJPയെയും കോൺഗ്രസിനെയും ഒക്കെ ഒന്ന് കൊട്ടിക്കൊണ്ടുള്ളൊരു ഡയലോഗാണ്. മറ്റു കാര്യങ്ങളെല്ലാം കോടതിയിലുള്ള കാര്യമാണ്, ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വായ്പ തിരിച്ചടയ്ക്കാനായി CMRLൻ്റെ ഫണ്ട് വീണ ഉപയോഗിച്ചുവെന്ന് SFIO കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. CMRLൻ്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയാണ് വീണയ്ക്ക് 50 ലക്ഷം രൂപ വായ്പ അനുവദിച്ചിരുന്നത്. 2 ഘട്ടമായി അനുവദിച്ച് ഈ വായ്പ തിരിച്ചടയ്ക്കാനായി ഫണ്ട് ഉപയോഗിച്ചുവെന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം. സ്വാഭാവികമായും സേവനം നൽകാതെ പണം നൽകി എന്ന് പറയുന്നതായി SFIO കുറ്റപത്രത്തിലുണ്ട് എന്ന വാർത്തയോടാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എഴുതി കൊടുക്കുന്നതാണെന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത്. ഏതായാലും ഈ വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷുഫലം അനുസരിച്ച് പലർക്കും ഈ ശനിയുടെ അപഹാരമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിൽ വീണയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് ജ്യോതിഷ സംബന്ധമായിട്ടും പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിൽ കുറേയേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഒന്നാമത് ED ഏത് തരത്തിലായിരിക്കും, SFIO ആണ് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയത്. സ്വാഭാവികമായും ഇതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഏത് തരത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള അവസാന അടവും മുഖ്യനെ സംബന്ധിച്ചിടത്തോളം പയറ്റേണ്ടി വരും. കാരണം ഇനിയിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരികയാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്നു. സ്വാഭാവികമായും CPIMനെ സംബന്ധിച്ചിടത്തോളം അവമതിപ്പുണ്ടാക്കുന്ന ഒന്നും വരാൻ പാടില്ലാത്തൊരു സന്ദർഭം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ട് എല്ലാവരുടെ ഇടയിൽ. കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മുഴുവൻ അവമതിപ്പുണ്ടാക്കുന്ന പല സംഭവങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ധനപ്രതിസന്ധി എന്ന് ബാലഗോപാൽ ആവർത്തിച്ച് പറയുമ്പോഴും 46 കോടി രൂപ മുടക്കി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ, അതായത് അത് ആഘോഷമല്ല, അതൊരു ഉത്സവമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഈ കാരണഭൂതൻ്റെ ഫ്ലെക്സുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യക്ഷപ്പെടും. അതിനുവേണ്ടി മാത്രം കോടികളാണ് ചെലവഴിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ഇത് കാണുന്ന കേരളീയ പൊതുസമൂഹമൊക്കെ ഇതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതായത് മറ്റൊരു കാര്യം എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നുന്നത്, ഈ 2 ഇലക്ഷൻ ഉണ്ട് പ്രധാനപ്പെട്ട. ഒന്ന് നിലമ്പൂർ ഇലക്ഷൻ. നിലമ്പൂർ ഇലക്ഷനിൽ സർക്കാരിൻ്റെ വിധി എന്താകുമെന്ന് അതിൽ നിന്ന് വായിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ പിന്നെയും ഈ പ്രാദേശിക സ്വാധീനങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനാൽ അതിനെ വലുതായിട്ട് പരിഗണിക്കേണ്ട എന്ന് വയ്ക്കാം. പക്ഷേ നിലമ്പൂരിലെ നിയമസഭാ സീറ്റിനകത്ത് CPM ഒരു പക്ഷേ പറയും അത് UDF സീറ്റാണ്, മുമ്പ് സ്വതന്ത്ര നിർത്തിയാണ് ഞങ്ങൾ മത്സരിപ്പിച്ച് ജയിച്ചതെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അവിടെ നിർണായകമാണ്. കാരണം ഇടതുപക്ഷ അനുഭാവിയായ ഒരാൾ 2 തവണ ജയിക്കുകയും പാർട്ടി സ്വതന്ത്രമായി തന്നെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തതാണ് അവിടെ.
അങ്ങനെ വരുമ്പോൾ CPM അവിടെ ദയനീയ പരാജയമാണ് ഏൽക്കുന്നതെങ്കിൽ വലിയ ചോദ്യം വരും. പക്ഷെ അതിനു മുമ്പ് ഈ ഇലക്ഷന് പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാകാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതി കേസ് തന്നെയായിരിക്കും. ഇതിനകത്ത് കോൺഗ്രസ് ഒരു ആയുധം എടുത്ത് പ്രയോഗിക്കും. BJP എന്തായാലും ഈ അഴിമതിയാണ് കാര്യങ്ങളെല്ലാം പറയുമെങ്കിലും കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്ന ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് BJPയുടെ കേന്ദ്ര ഏജൻസിയുമായി ഇവർ ഒത്തുകളിക്കുകയാണ്. ഇടതുപക്ഷവും ഓൾറെഡി പറയുന്നുണ്ട്. അതവിടെ രൂക്ഷമായി പ്രചരിപ്പിക്കും. അതായത് CPMും BJPയും ഒത്തുകളിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായിട്ടുള്ള നിലമ്പൂരിൽ CPMന് നിലം തൊടാൻ പോലും പിന്നെ പറ്റില്ല. കോൺഗ്രസിൻ്റെ ആ പ്രചാരണത്തിന് വലിയ വിലയുള്ള ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. നിലമ്പൂരിൽ ഇതൊരു വലിയ തിരിച്ചടി തന്നെ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ BJP CPM ഒത്തുകളി എന്നുള്ളൊരു ആയുധം അവിടെ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അതോടൊപ്പം തന്നെ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട്. ഒപ്പം BJP സഹായിക്കുന്നു എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് BJP ഏത് തരത്തിലായിരിക്കും അവിടെ ആരെ സഹായിക്കുന്ന നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അവിടുത്തെ വിജയവും പരാജയമൊക്കെ നിർണ്ണയിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി അൻവറുണ്ട്. അൻവർ ഒരു ഫാക്റ്റാണ്. ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഒരു വശത്ത് നിൽപ്പുണ്ട്. മറ്റൊന്ന് VS ജോയിക്കായി മുറവിളി കൂട്ടുന്നു. CPMനാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. BJP പിന്നെ ആരെങ്കിലും പേരിന് വേണ്ടി കൊണ്ട് നിർത്തും എന്ന് മാത്രമേ ഉള്ളൂ. അത് വോട്ടുകൾ ഇരുവശത്തേക്ക് നിർത്തിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. സ്വാഭാവികമായും ഈ വീണ വിജയൻ്റെതും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസും അത് EDയുടെ അന്വേഷണം വൈകുന്നതിലൊക്കെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിപ്പുണ്ട്. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ED എത്തുന്നില്ല? പല സ്ഥലങ്ങളിലും ED വളരെ വേഗതയിൽ എത്തുന്നുണ്ട്. പല ഉദാഹരണങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഈ ഗോകുലം ഗോപാലിൻ്റെയൊക്കെ അടുത്തേക്ക് എത്ര പെട്ടെന്ന് എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ ED എത്തുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ കർണാടകയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് EDയുടെ പെട്ടെന്നുള്ള അതെ. പക്ഷേ ഇവിടെ ഈ കേരളത്തിൽ ഇത്രയും കാലമായിട്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അതിന് താഴെ വരുന്ന കമന്റ് നിങ്ങൾ കുറെ കാലമായി പറയുന്നില്ല, ഇത് നടക്കുന്ന കേസല്ല. അതെ, കാരണം ലാവ്ലിൻ കേസ് മുമ്പിൽ നിൽക്കുകയാണെന്നേ. റെക്കോർഡ് വേഗത്തിൽ സുപ്രീം കോടതിയിൽ മാറ്റിവെച്ച ഒരു കേസാണ് ലാവ്ലിൻ. തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായും കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കണം. ഒപ്പം മുഖ്യമന്ത്രി അടക്കം മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണം എന്നൊരു നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണനൊക്കെ ചെയ്തിട്ടുണ്ട്. മാതൃകാപരമായ നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായ അത്തരത്തിൽ പക്ഷേ പിണറായി വിജയൻ്റെ കാര്യം വരുമ്പോൾ നിയമങ്ങളെല്ലാം ഒരു വശത്ത് പോകും. പ്രായം പ്രശ്നമല്ല, ജയിൽ പ്രശ്നമല്ല, എന്താണെങ്കിലും പിണറായി വിജയൻ തന്നെയാണ് ജനറൽ സെക്രട്ടറിക്ക് മുകളിലുമാണ്. ജനറൽ സെക്രട്ടറിക്ക് മുകളിൽ മുഖ്യമന്ത്രി നിൽക്കുന്ന അസാധാരണ സാഹചര്യത്തിലൂടെയാണ് CPM കടന്നു പോകുന്നത്. അതായത് CPMനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറിക്കാണ് ഏറ്റവും കൂടുതൽ പവർ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പിണറായി വിജയൻ അങ്ങനെയായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടുകൂടി സംസ്ഥാന സെക്രട്ടറി ഒരു റബ്ബർ സ്റ്റാമ്പായി മാറുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ ജനറൽ സെക്രട്ടറിക്ക് ചലിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. സ്വാഭാവികമായും CPM ആ ഒരു അത്രയും ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ വീണ വിജയൻ്റെ ഇനി അങ്ങോട്ടുള്ള കേസിൻ്റെ EDയുടെ നീക്കങ്ങളൊക്കെ വളരെ നിർണായകമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.